ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷയായിട്ട് ഈ സ്കൂളിലെ പ്രിൻസിപ്പാൾ ആദ്യമായി ഈശ്വര പ്രാർത്ഥന ആരംഭിക്കുന്നതിലേക്കായി പൂർവ്വ വിദ്യാർത്ഥികളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിളക്കായി വെളിച്ചമായി മിന്നിത്തിളങ്ങും പ്രകാശമേ നീ നേർവഴി കാട്ടണമെന്നും നീ ഞങ്ങൾക്കു നേരിൽ തങ്ങളൊക്കെ ഒഴിച്ചു നീ ഞങ്ങൾക്കു സൗഖ്യമുണ്ടാകാൻ തുണച്ചിടണം എത്തേണമെന്നും നീ ഞങ്ങൾ കഴിവിൻ്റെ ഉത്തരം പൂക്കൾ വിടത്തിടണം നിത്യം നമിപ്പിതാക്കുപൈ മുട്ടുമായി സത്യസ്വരൂപനാം നിന്റെ മുൻപിൽ നിൽപ്പൂ ചരാചര ചൈതന്യമേ ശില്പിയാം നിൻ പദം കുമ്പിടുന്നേ. പ്രിയപ്പെട്ട അധ്യാപകരെ, എൻ്റെ സഹപ്രവർത്തകരെയൊക്കെ സഹപാഠികളെ കണ്ടതിനുള്ള എക്സൈറ്റ്മെൻ്റ് ആദ്യം ഞാൻ പങ്കുവയ്ക്കും. കാരണം നമ്മൾ 91 SLC ബാച്ച് ആണെങ്കിൽ പല ഘട്ടങ്ങളിലായി, അത് 5, 6, 7, 8 ക്ലാസ്സുകളിൽ വന്ന് ഒരുമിച്ച് ചേർന്ന് പഠിച്ച് പോയവരാണ്. അപ്പോൾ പലർക്കും 3 വർഷത്തെ അധ്യയന ഇതുണ്ട്. പിന്നെ 5ാം ക്ലാസ്സിൽ വന്നവർ കുറച്ചുകൂടി പരിചയം കാണും. അങ്ങനെ അപ്പൂപ്പൻ്റെ ഒരു അഭ്യുദയകാംക്ഷിയായ കൗമുദിയുടെ പത്രാധിപർ സുകുമാറിലാണ്. അപ്പോൾ സുകുമാറിൻ്റെ ഉപദേശപ്രകാരമാണ് അപ്പൂപ്പൻ ഈ ഒരു മിഡിൽ സ്കൂള് 1950 ആരംഭിച്ചത്. അത് 55 ഹൈസ്കൂളായി ഉയർത്തപ്പെടുകയും ചെയ്തു. അപ്പോൾ ഒരു കുരുമുളകിൻ്റെ വില, കുരുമുളക് വിറ്റ് കിട്ടിയ 10,000 രൂപ കൊണ്ട് തുടങ്ങിയ നമ്മുടെ പഴയ ക്ലാസ്, നമ്മുടെ പത്തിയേക്കാർക്കറിയാം, ആ ബിൽഡിങ്ങാണ്, ആ 2 ബിൽഡിങ്ങാണ് ആദ്യമായി ഇവിടെ വെച്ചതും അതിന് തുടക്കമിട്ടത്. പിന്നീട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യായിരുന്നു. ആ ഒരു പാരമ്പര്യം ഇപ്പോൾ 75ാം വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. 2025 ആകുമ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ 75ാം വാർഷികത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഒറ്റ വാക്കിൽ വേണോ എല്ലാവർക്കും പറയട്ടെ? എല്ലാവർക്കും പറയാം. ഓരോന്നായി തുടങ്ങാം. പറയാൻ കാരണം ഞാൻ പഠിച്ചിരുന്നു. ഞാൻ 2003 ഇവിടെ സർവീസിൽ കയറി. അപ്പോൾ എന്നെ പഠിപ്പിച്ചിരുന്ന അധ്യാപകർ എന്നോടൊപ്പം സർവീസിലിരുന്ന് ഇവിടെ നിന്ന് റിട്ടയറായി പോയി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ഔപചാരിക ആവശ്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും തുടങ്ങാം, നമുക്ക് ഈ ഭാഗത്തിൽ തന്നെ തുടങ്ങാം. അടുത്തായി എൻ്റെ 8ാം ക്ലാസ്സിലെ ക്ലാസ് അധ്യാപകനാണ് വർഗീസ് സാറ്. സാറിന് സ്വദേശം ഐരയാണ്. അതിനോടുകൂടി സ്വാഗതം ചെയ്യും. അടുത്ത് എൻ്റെ പ്രിയപ്പെട്ട മലയാള അധ്യാപകൻ, എൻ്റെ 8ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും മലയാള അധ്യാപകനായിരുന്നു ഡി ഉണ്ണികൃഷ്ണൻ നായർ സാർ. സാറ് നെടിയാങ്കോടാണ്, ഇപ്പോഴും നെടിയാങ്കോട് തന്നെയാണ് താമസം. സാറിനോടൊപ്പം ഞാൻ ജോലി ചെയ്തു എന്നതുകൂടി ചാരിതാർത്ഥ്യത്തോടുകൂടി പറയുകയാണ്. സാറിനെ ഞാൻ ഏതൊരു ആദരവോടുകൂടി സ്വാഗതം ചെയ്തു. അടുത്ത് ലളിതാബായി ടീച്ചറാണ്. ടീച്ചറുടെ പ്രദേശം പാഠശാലയാണ്. ടീച്ചർ പഠിപ്പിച്ചിട്ടില്ല, എങ്കിലും എനിക്ക് അറിയാം. ചെറുപ്പകാലം മുതൽ ഞാനിവിടെ പഠിക്കാൻ 5ാം ക്ലാസ്സിലെത്തിയ മുതൽ ടീച്ചറിനെ എനിക്ക് പരിചയമുണ്ട്. ടീച്ചറിനെ ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്ത് എൻ്റെ പ്രിയപ്പെട്ട ഹെച്ചമാണ് രമാദേവി. ഞാൻ സർവീസിൽ കയറിയപ്പോൾ ചന്ദ്രകുമാരി ടീച്ചറായിരുന്നു. അടുത്ത് എൻ്റെ പ്രഥമ അധ്യാപികയായിരുന്നു രമ ടീച്ചർ. ഒരുപാട് പണി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പഠിപ്പിച്ചപ്പോഴല്ല, ഞാൻ സ്കൂളിൽ കയറിയപ്പോൾ. ടീച്ചറിനെ ഏറെ ആദരവ് കൂടി സ്വാഗതം ചെയ്യും. അടുത്ത പത്മാവതി ടീച്ചറാണ്. ടീച്ചർ ഇപ്പോൾ താമസിക്കുന്ന പറശ്ശേരിയാണ്. നേരത്തെ പഞ്ചകൂടായിരുന്നു. ടീച്ചറിനെ പഠിപ്പിച്ചിട്ടില്ല, എങ്കിലും ടീച്ചറെയും ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അച്ഛൻ്റെ കൂടെ സർവീസ് സ്വാഗതം ചെയ്യും. അടുത്ത് എൻ്റെ മലയാളം ടീച്ചറാണ് ഗൗരിബായി ടീച്ചർ. എല്ലാവർക്കും അറിയാം. ടീച്ചറെ ഏറെ ആദരവ് കൂടി സ്വാഗതം ചെയ്യും. അടുത്ത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട റുക്കിയ ടീച്ചറാണ്. നമ്മളെ ഇതില് അറബി പഠിച്ച ഉണ്ടോ? ഇല്ലല്ലോ, ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇല്ല, എങ്കിലും
നമ്മുടെ സ്കൂളിലെ എല്ലാമായിരുന്ന സോഫിയ ടീച്ചറെ ഞാൻ ആദരവോടുകൂടി സ്വാഗതം ചെയ്യും. അടുത്തായി ശാന്തകുമാരി ടീച്ചറാണ്. ശാന്തകുമാരി ടീച്ചറിന്റെ എന്നെ പണ്ടേ എനിക്ക് മുള്ളു തന്നിട്ടുണ്ട്. ഹിന്ദി പഠിപ്പിക്കുമ്പോൾ അടി തന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് കുസൃതിയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആദരവോടുകൂടി ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു. ശാന്തകുമാരി. അടുത്ത് എൻ്റെ പ്രിയപ്പെട്ട നന്നകുമാരി ടീച്ചറാണ്. ടീച്ചർ ഇപ്പോൾ താമസം പാലശാലയാണ്. ടീച്ചറെ ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യും. അടുത്ത് എൻ്റെ പ്രിയപ്പെട്ട സംഗീത ടീച്ചർ ടീച്ചറെ ഞാൻ നമ്മുടെ ഒരു അധ്യാപകരുടെ റീയൂണിയൻ പരിപാടി വിളിക്കാൻ വേണ്ടി വീട്ടിൽ പോയിരുന്നു. പിന്നെ ഇനി അടുത്ത കാലത്തായി ടീച്ചറുടെ ഭർത്താവ് വിളിച്ചപ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ടീച്ചറെയും ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തായി എല്ലാവരും എണീറ്റ് നിന്ന് അവനവനെ സന്തോഷം കൊള്ളുന്നു. അപ്പോൾ അപർണ ടീച്ചറിനെ അധ്യക്ഷ പ്രസംഗത്തിലേക്കായി ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യരായ ഗുരുജനങ്ങളെ, ശ്രീജ ടീച്ചർ വിളിച്ചപ്പോൾ ഞാനിന്ന് വരണ്ട എന്ന് കരുതിയിരിക്കുകയായിരുന്നു. ഇപ്പൊ ശ്രീജ ടീച്ചർ വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് വരാതിരിക്കാൻ കഴിഞ്ഞില്ല. അതാണ് സത്യം. പിന്നെ കഴിഞ്ഞ ആഴ്ചയും ശനി ഞായറും 2 പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ ഉണ്ടായിരുന്നു. പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഇത്രമാത്രം പ്രയാസപ്പെട്ടായിരിക്കും എല്ലാവരെയും ഒന്ന് ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ സംഘാടകർക്ക് സാധിച്ചത്. പോകുന്നതായിട്ടാണ് നമ്മുടെ കണക്ക്. അപ്പോൾ അവരും അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ല. എങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചതിൽ നിന്നും വളരെ കുറവാണ് നിങ്ങളുടെ എണ്ണം. ഏതായാലും എല്ലാവരും പറഞ്ഞു ഓരോരുത്തരുടെ വീട്ടിലൊരു 4 പേര് 5 പേരൊക്കെ പോയപ്പോൾ അതൊരു പ്രയാസപ്പെട്ട് തന്നെയാണ്. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ധാരാളം പ്രയാസം ഉണ്ടായിട്ടുള്ളതാണ്. സ്കൂൾ ചരിത്രത്തിനെ കുറിച്ച് ചിത്രൻ പറഞ്ഞു. സ്കൂൾ ചരിത്രത്തെക്കുറിച്ച് ചരിത്രം എഴുതാൻ എല്ലാ നെയ്യാറ്റിൻകര വിദ്യാഭ്യാസ ജില്ലയിലെ എല്ലാ സ്കൂളുകളുടെയും ചരിത്രം എഴുതുക എന്നുള്ളൊരു സംരംഭം. മലയാളമാണ് നമ്മുടെ ഭാഷ. മലയാള ഭാഷ ഒരക്ഷരോച്ചാരക ഭാഷയാണ്. ഈ വാക്ക് ചിലപ്പോഴൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എല്ലാവരും കേട്ടിരിക്കാൻ സാധ്യത കുറവാണ്. അക്ഷരത്തിൻ്റെ ഉച്ചാരണം കൊണ്ട് മാത്രം ജീവനുള്ളൊരു ഭാഷ. അതായത് ആ കാര്യം തൻ്റെ കയ്യിൽ കിട്ടിയേ തീരൂ. കൊച്ചുകുട്ടി ക്ലാസ്സിലിരുന്ന് ബുക്കോ പേനയോ പെൻസിലോ അധ്യാപകൻ കണിശക്കാരനാകുമ്പോൾ ചിലപ്പോൾ തൻ്റെ കൈ കാണുന്ന അടുത്ത കുട്ടിയോട് ചോദിക്കുമ്പോൾ തന്നില്ലെങ്കിൽ ഒന്ന് താഴെ എനിക്ക് താഴെ ഞാൻ പിന്നെ തരാവിടാന്ന് പറഞ്ഞ് കിട്ടുന്നത് വരെ ആ യാചനയുടെ ശക്തി കുറഞ്ഞ് കാരുണ്യത്തിലേക്ക് വന്ന് ഇത് വീട്ടിലുണ്ടാവും. രക്ഷാകർത്താക്കൾ 5-6 കുട്ടികളെ വിളിച്ചിട്ട് ചോദിച്ചു, കുമാരനാശാനാര്, വള്ളത്തോളാര്, ഉള്ളൂരാര്, ഉള്ളൂർ പരമേശ്വരയാരും ചോദിച്ചു. അവർക്കാർക്കും ഈ കവികളെ കുറിച്ച് അറിയില്ല. നെയ്യാറ്റിൻകരയെ കുറിച്ച് ഞാൻ തൃശ്ശൂരാണ് ട്രെയിനിങ്ങിന് പോയത്. അപ്പം ഞാൻ നെയ്യാറ്റിൻകരക്കാരനാണെന്ന് പറയുമ്പോൾ തൃശ്ശൂർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ എണീറ്റ് നിന്ന് എന്നെ സ്നേഹിക്കുമായിരുന്നു. 2 കാലം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെയും അയ്യപ്പിള്ള ആശാന്റെയും നാട്ടിൽ നിന്ന് വന്ന ആളാണ്. 1972 ഞാനവിടെ ട്രെയിനിങ്ങിന്. 1972 പ്രത്യേകത സാറിനറിയാമായിരിക്കും. കുമാരനാശാൻ്റെ ജന്മശതവാർഷികം കൊണ്ടാടുന്ന വർഷം. ഞാൻ ചോദിച്ചു, സാറിൻ്റെ മാമ്പഴത്തിലെ ആ കൊച്ചുകുട്ടി ആരാണ് സാർ? സാറിൻ്റെ മാമ്പഴത്തിലെ ആ മരിച്ചുപോയ കുട്ടി ആരാണ് സാർ? സാറിൻ്റെ മാമ്പഴം കവിതയിലെ അമ്മ ആരാണ് സാർ? വളരെ വിശദമായി വൈലോപ്പിള്ളി എന്നോട് പറഞ്ഞു. അവിടുത്തെ കൊച്ചുകുട്ടി വൈലോപ്പിള്ളിയാണ്.
അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ, അദ്ദേഹത്തിൻ്റെ അമ്മ ഒക്കെയാണ് അതിലെ കഥാപാത്രങ്ങൾ. നന്ദി. സദസ്സിലുള്ള ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വെള്ളറട BPM ഹൈസ്കൂളിൽ 1993 10ാം ക്ലാസ് പഠിച്ചിറങ്ങി പോയ പ്രിയപ്പെട്ട കൂട്ടുകാർ, പഠിപ്പിച്ച അധ്യാപകരെ ആദരിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് ഒരുമിച്ച് കൂടുമ്പോൾ അതിൽ എനിക്കും അവരെ ആദരിക്കാൻ ഒരവസരം കിട്ടിയതിലേറെ ആനന്ദിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ ഞാനിങ്ങനെ വന്നു നിൽക്കുമ്പോൾ മുന്നിലേക്ക് നോക്കുമ്പോഴും കാണുന്നതൊക്കെ പരിചിത മുഖങ്ങൾ. ഇവിടെ ഉണ്ണികൃഷ്ണൻ സാറാകട്ടെ, വിജയകുമാർ സാറാകട്ടെ, രമ ടീച്ചറാകട്ടെ, ശാന്ത മാമി, ഞാൻ അങ്ങനെയാണ് വിളിക്കുന്നത്. ശാന്ത ടീച്ചർ ഇവിടെയുണ്ട്. പിന്നെ നമ്മുടെ വർഗീസ് സാർ ഇരിപ്പുണ്ട്. പേരുകൾ ഇങ്ങനെ പറഞ്ഞു വന്നാൽ വരാത്ത ഒത്തിരി പേരുകളുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് BPM ഹൈസ്കൂൾ എന്നത് അന്ന് രാജേന്ദ്ര സ്കൂളിലേക്ക് എൻ്റെ മാമനും മാമിയും ഒരു വണ്ടിയിൽ ഇങ്ങനെ വീടിറങ്ങി വരുമ്പോൾ പോകുന്നത് രാജേന്ദ്ര സ്കൂളിലേക്കാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഒപ്പമുള്ള ഗിരീഷ് സാർ വില്ലേജ് ഓഫീസറായി അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയി. പിന്നെ നോക്കിയപ്പോൾ ഒരു ഭാഗത്ത് ശ്രീകണ്ഠൻ, അപ്പുറത്ത് സുജിത്ത്. ഞാനീ പറയുന്ന പേരുകൾക്കൊന്നും എന്നിൽ നിന്നൊരകലമില്ല, കാരണം വളരെ അടുപ്പമുള്ളപ്പോൾ അതിലെ തെക്കൻ ഭാഷ കൈകാര്യം ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടി. ആ ഭാഷ ഞാൻ പ്രയോഗിച്ചത് ഒരുപക്ഷെ ഇങ്ങനെ ആകാശത്തിൽ നിന്ന് എടുത്തു കൊടുത്തതല്ല. ഒതോല് പറിക്കാനെ കൊണ്ട് തമ്പിയങ്ങത്തിൻ്റെ വിളയി പെയ്യപ്പം എവള് വന്ന് അന്വഴിച്ച് എന്ന് പറഞ്ഞാൽ അതിൽ മലയാളത്തിൻ്റെ സെൽവം ഉണ്ട്. ജെസ്സി ഡാനിയൽ, PK റോസി എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോകുമ്പോഴും ഇതാണ് ഫിലിം, സെല്ലുലോയിഡ് എന്നാണ് സായിപ്പ് പറയുന്നത്. ഓ, അന്ന് ക്യാപിറ്റോളിൽ കൊണ്ട് ഈ ഡാരിസിൽ സിനിമ കാണിച്ചപ്പം ട്രെയിന് വരണ കണ്ടിട്ട് ശരിക്കുള്ള ട്രെയിനെന്ന് വിചാരിച്ച് ആളുകൾ എഴിച്ച് ഓടി പോലും. ഈ സിനിമ എന്ന് പറയുന്നത് ഒരത്ഭുതം തന്നെ ജാനത്തെ. അതല്ലേ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ സംഭാഷണം എഴുതുമ്പോൾ കമൽ എന്ന സംവിധായകനോടൊപ്പം ഒരു 10-60 ദിവസം ഞാൻ പ്രവർത്തിച്ചു. അപ്പോൾ കമൽ എന്ന ആ ഒരു സംവിധായകന് ഒറ്റ നിർബന്ധം ഉണ്ടായിരുന്നു, ഇവിടെ സംസാരിച്ച ആ ഒരു മലയാളം ആ സിനിമയിൽ കൊടുക്കണം. സിനിമയിൽ ലാംഗ്വേജ് കൺസൾട്ടൻറ്റ് ബിജു ബാലകൃഷ്ണൻ ഒരു ടൈറ്റിൽ കാർഡൊക്കെ കമൽ സാർ തന്നിട്ടുണ്ട്. ആ സിനിമയിൽ പ്രവർത്തിക്കുമ്പോൾ ഞാൻ വായിച്ചു പോയത് CV രാമൻപിള്ളയാണ്. നമ്മുടെ ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞില്ലേ CV രാമൻപിള്ള. CVയെ വായിച്ച് ഞാൻ അവിടെ നിർത്തിയില്ല. ആ കാലഘട്ടത്തിൻ്റെ തുടർച്ചയിൽ മലയാളത്തിലുണ്ടായ കഥകളിൽ 2 തവണ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പത്തിൽ കഥയുടെ ചോദിക്കുന്നു. അപ്പം അമ്മ പറയും, അല്ലെങ്കിൽ അച്ഛൻ പറയും, പറയാനാമോ രുചിഭേദങ്ങൾ ഈ അച്ഛനും മകളെ നീയും തമ്മിൽ എത്ര മാമ്പഴക്കാല കെട്ടിവച്ച കോലം കമ്പേറൊഴിയാൻ വൈക്കോൽ തുറുകെട്ടിയ കാലം കടമ്പൻ മൂത്താൻ ചെതുക്കി കൊതുമ്പു പന്തങ്ങൾ കടമ്പൻ മൂത്താൻ ചെതുക്കി കൊതുമ്പ് പന്തങ്ങൾ ചാഴിയേഴിയനെ കരിച്ച നാഞ്ചിലാട്ടങ്ങൾ കൊട്ടു ചെങ്കി കുഴൽ കടും തുടി കുരവ അരിയോരി കൊട്ടു ചെങ്കി കുഴൽ കടും തുടി കുരവ അരിയോരി തൊറ്റമേറ്റു കതിർ കനത്ത കടമ്പനാട്ടങ്ങൾ കൊഴുനടത്തി മരമടിച്ച് മറിച്ച ഞാറ്റടിയിൽ കുറ്റിഭൂമി അറിഞ്ഞ് തള്ളിയതെത്ര നാഴികകൾ ക്രാഞ്ഞിക്കൊണ്ട് ചാണ
തൂത്തറക്കി കോമാളി കോരി മാറ്റി തറയോണക്കി മാടിൻ്റെ മൂവാര മുറുക്കിക്കെട്ടി വക്കാണി കറക്കി ആ മണിയിൽ തട്ടി പുല്ലുട്ടി നിറച്ചങ്ങ് ഒതോലുമിട്ടേ ഒരു പിടി കച്ചിയും അതിന്മേലിട്ടേ മരവിയിൽ പരുത്തിക്കൊരു കൊവുരാനിട്ടേ പുണ്ണാക്ക് വെള്ളത്തി കലക്കി വച്ചേ. ഒരു കൽപ്പന കൂടെ പാലിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോയത്. എന്തെങ്കിലും നിങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യുക എന്ന് വിനീതമായി നിങ്ങളോട് അറിയിച്ചുകൊണ്ട് ഈ ഒരു വലിയ സംരംഭം ഞാനാകുന്ന തലമുറയും എൻ്റെ മുമ്പേ ഈ വാക്കുകളെടുത്ത് വിതറിപ്പോയ ഈ കടമ്പൻ മൂത്താന്മാർ ചേരുന്നതിൻ്റെ കണ്ണിയായിട്ട് ഉണ്ണികൃഷ്ണ സാർ ചേർന്ന് കൊളുത്തി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ തുടർച്ചകൾ കൂടുതൽ തെളിച്ചങ്ങൾ ഉണ്ടാക്കട്ടെ. എല്ലാ ആശംസകളും നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇവിടെ നിൽക്കുമ്പോൾ മറ്റൊരു സന്തോഷം, ഫോട്ടോഗ്രാഫി എന്നത് ഒരു പാഷനായി കാണുന്ന അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ST ഹിന്ദു കോളേജിലെ മലയാള വിഭാഗത്തിൻ്റെ അധ്യക്ഷനാണ്, പ്രൊഫസർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുമ്പോൾ ഈ ഭാഷയ്ക്കൊപ്പം തന്നെ എല്ലാം ചേരുന്നത് ഞാൻ തിരിച്ചറിഞ്ഞ ഡോക്ടർ അജേന്ദ്രനാഥിൻ്റെ അനുജനാണ് അദ്ദേഹത്തിൻ്റെ ഒരു പാഷൻ കൊണ്ടാണ് അദ്ദേഹം ഈ മേഖലയിലേക്ക് നിന്ന് ഇന്ന് ഏറ്റവും കരുത്തായി മുന്നോട്ട് പോകുന്നത്. അതും ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ വർത്തമാനം പറയുന്നതും. പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ നന്ദി. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാം എന്ന വാക്കുമാത്രം. നാളെ പ്രതീക്ഷ തൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിത്രമാത്രം. ഈ പള്ളിക്കൂടത്തിൽ നിൽക്കുമ്പോൾ ഏറെ സന്തോഷമുള്ളത് ഞാൻ പഠിപ്പിച്ച ചില വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇവിടുത്തെ മലയാള അധ്യാപകരാണ്. രമ്യ ഉൾപ്പെടെ കുറേ പേരെ എവിടെയൊക്കെയോ പഠിപ്പിച്ചു പോയി. അവരും ഇവിടെ മലയാളത്തിൻ്റെ തുടർച്ചയായി ഈ ശാന്ത ടീച്ചറിനും ഉണ്ണികൃഷ്ണ സാറിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് ഇവിടെ ഉണ്ട് എന്നതും ഏറെ സന്തോഷമുണ്ടാക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തതായി നിത്യ 8th സ്റ്റാൻഡേർഡ് കൊടുക്കുന്നതിലേക്കായി ഗൗരി. മറ്റുള്ളവർക്കത് പഠിച്ചെടുക്കാൻ പ്രയാസമാണെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം. മലയാളികൾ നമ്മുടെ മലയാളം മറന്നു പോവുകയും വിദേശികൾ നമ്മുടെ മലയാളം ഭാഷ പെട്ടെന്ന് പഠിച്ചെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഞാൻ അന്ന് ചോദിച്ചു, ടീച്ചർ ഈ അനാമിക എന്ന് പറഞ്ഞാൽ എന്താ? ടീച്ചർ ഒന്ന് കണ്ടെത്തി വരാൻ പറഞ്ഞു. അന്ന് ഞാൻ കണ്ടെത്തി, ജിസ്കോ നാം നഹി ഹെ ഉസ്കാ നാം അനാമിക ഹെ. അപ്പോൾ അതുപോലെ ഒരുപാട് അധ്യാപകർ, SS പഠിച്ച് പറഞ്ഞു സാർ, ഇതുപോലെ ഇവിടെ വേദിയിലിരിക്കുന്ന എല്ലാവരും എൻ്റെ അധ്യാപകരാണ്. അവർ കാട്ടിത്തന്ന വഴികളാണ് ഇന്ന് എനിക്ക് മുതൽക്കൂട്ടായിട്ടുള്ളത്. 93, അതായത് 2003 ജൂണിൽ ഞാനിവിടെ അധ്യാപികയായി ജോലി നോക്കിയപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഒരു സുവർണ അനുഭവമായിരുന്നു. കാരണം ഞാൻ പഠിച്ച സ്കൂളിൽ അധ്യാപികയായി വരാൻ കഴിഞ്ഞത്. അന്ന് ആ ആദ്യത്തെ ദിവസം എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. ആദ്യത്തെ ദിവസം സ്റ്റാഫ് റൂമിൽ പോയി എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുകയാണ്. ഞാനൊരു കുട്ടിയാണ്.
അന്ന് ഞാൻ ആദ്യമായി സ്റ്റാഫ് റൂമിൽ പോയപ്പോൾ സുമകല ടീച്ചർ കയറി വന്നു. ടീച്ചറിനെ കണ്ട ഉടനെ ഞാൻ ചാടി എണീറ്റു. ടീച്ചർ പറഞ്ഞു, ഇന്ന് നീയും ഞങ്ങളിൽ ഒരാളാണ്, ഗുരുത്വം മനസ്സിൽ മതി, എണീറ്റ് പ്രകടിപ്പിക്കേണ്ട. അതുപോലെ ഞാനിവിടെ 2006 ജോയിൻ ചെയ്യാൻ പോയപ്പോൾ അന്ന് ടീച്ചറിൻ്റെ അനിയത്തിയാണ് അവിടുത്തെ പ്രിൻസിപ്പൽ. ടീച്ചർ വിളിച്ചു പറഞ്ഞു, എൻ്റെ മോളെ ഞാൻ അങ്ങോട്ട് അയക്കുകയാണ്. അപ്പോൾ ഇത് ടീച്ചർ മറുപടി പറഞ്ഞു, ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. അങ്ങനെയുള്ള ഒരുപാട് സ്നേഹമുള്ള അധ്യാപകർ. ഇന്ന് ഞാൻ 21 വർഷം ഹൈസ്കൂൾ അധ്യാപിക. 21 വർഷം എടുത്തു നമ്മൾ ഈ സ്കൂളിലൊന്ന് ഒത്തുചേരാനായിട്ട്. നമ്മൾ ഇടയ്ക്കൊന്ന് ഒത്തുചേർന്നെങ്കിലും നമ്മൾ അധ്യാപകരെ മറന്നു. ഇതിൽ തന്നെ എല്ലാ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും കണ്ടെത്തി എന്നൊരഭിപ്രായം എനിക്കില്ല. അന്ന് ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചു, ശുഷ്കമായ സദസ്സാണ്. 420ഓളം പേർ പഠിച്ചെടുത്തതെന്നും വെറും 160ഓളം പേര് മാത്രമേ നമുക്ക് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതൊരു വലിയ പോരായ്മയാണ്. എങ്കിലും അത്തരം പോരായ്മകളെ മറികടന്ന് വരും വർഷങ്ങളിൽ എല്ലാ അധ്യാപകരെയും പഠിച്ച വിദ്യാർത്ഥികളെ എല്ലാവരെയും ഉൾപ്പെടുത്തി മുന്നോട്ട് ഇതുപോലെ ഫംഗ്ഷനുകൾ സംഘടിപ്പിക്കും. അന്യ പ്രവർത്തനത്തോടു കൂടെയാണ് ഞങ്ങൾ ഈ 21ാമത്തെ വർഷം ഇത് ആരംഭിച്ചത്. ഈ മാസം 12-ാം തീയതി ക്ലിയർ വൃദ്ധസദനത്തിൽ ഞങ്ങൾ ഒരു നേരത്തെ ആഹാരം അവരോടൊപ്പം വൃദ്ധസദനത്തിലെ അന്തേവാസികളോടൊപ്പം ഇരുന്ന് കഴിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. വലിയ കാര്യമൊന്നുമല്ല, എങ്കിലും ഞങ്ങളാൽ കഴിയുന്ന ഒരു സംഭാവന നൽകാനും വളരെ ചെറിയ തോതിൽ വിദ്യാർത്ഥികൾക്ക് നോട്ട് ബുക്ക് വിതരണം നടത്തുവാനും കഴിഞ്ഞു. നന്ദി ഞാൻ അറിയിച്ചു.